എല്ലാ കാര്യത്തിലും CPM-ൻ്റെ പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ മന്ത്രിസഭയുടെ ഒക്കെ താങ്ങായിരുന്ന കവി സച്ചിദാനന്ദൻ അവരുടെ പദവി അവർ നൽകിയ പദവിയിൽ അഭിരമിച്ചുകൊണ്ട് തന്നെ സാഹിത്യ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേടി കൊണ്ടായിരിക്കാം CPM-ന് ഒരു വെട്ടു കൊടുത്തിരിക്കുകയാണ്. തൊട്ടു മുമ്പ് CPM-ൻ്റെ വലിയൊരു CPM-നപ്പുറം കേരളത്തിൽ ഗുണ്ടാരാജ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഉസ്താദായിട്ടുള്ള ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് മാഷ് വലതുപക്ഷത്തിൻ്റെ കോടാലിക്കൈ എന്നാണ്. വലതുപക്ഷത്തിൻ്റെ കോടാലിക്കൈ ഇതുവരെ താങ്ങും തണലുമായിട്ട് നിന്ന കവിതയുടെ തണൽ കൊണ്ടും BJP വിരുദ്ധതയുടെ താങ്ങുകൊണ്ടും ഹിന്ദു വിരുദ്ധതയുടെ കോടാലി കൊണ്ടും സനാതനധർമ്മത്തെ വെട്ടിമുറിച്ചിരുന്ന അതിൻ്റെ ഹൃദയം പിളർന്നുകൊണ്ടിരുന്ന കവി സച്ചിദാനന്ദൻ മാഷിനെയാണ് ശിവൻകുട്ടി എന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിൻ്റെ കവിതകൾ പാഠപുസ്തകത്തിൽ കുട്ടികൾക്ക് പഠിക്കാറുണ്ട്. വലതുപക്ഷത്തിൻ്റെ കോടാലിക്കൈ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ വലതുപക്ഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുദ്ദേശിക്കുന്നത് BJP ആയിരിക്കുമല്ലോ. BJPയുടെ കോടാലിക്കൈ BJPയുടെ കോടാലിക്കൈ എന്ന് വിശേഷിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക എന്നറിയാം. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സമൂഹത്തിന് പറ്റിയവനല്ല, സമൂഹത്തിൽ നിന്ന് ഉന്മൂലനാശനം ചെയ്യേണ്ടവനാണ്. ഇതാണ് മാഷ് സച്ചിദാനന്ദൻ മാഷും പറ്റും നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞത്. അതായത് BJP എന്ന് പറയുന്നതും ഹിന്ദുമതം എന്ന് പറയുന്നതും സനാതനധർമ്മം എന്ന് പറയുന്നതും ഒക്കെ സമൂഹത്തിന് പറ്റിയതല്ല. അതൊക്കെ തിരസ്കരിക്കണം, ബഹിഷ്കരിക്കണം, അതുപോലെ തന്നെ ഉന്മൂലനാശനം ചെയ്യണം, ഇല്ലാതാക്കണം. എങ്കിലേ നമ്മുടെ ദേശീയത കുറച്ചുകൂടെ അങ്ങ് തിളങ്ങും. അതാണ് അവരുടെയൊക്കെ വാദഗതി. ചില ബുദ്ധിജീവികളും ഉണ്ട്, അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വേണ്ടാത്ത ഒന്നാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് ഹിന്ദു മുക്ത ഭാരതം, ഹൈന്ദവ മുക്ത ഭാരതം, സനാതനധർമ്മ മുക്ത ഭാരതം, അങ്ങനെ ഒന്ന് വരണം എന്നുള്ളവരാണ് അവരുടെ ആശയ അഭിലാഷം. അതുകൊണ്ട് തന്നെയാണ് ടുക്കഡേ എന്ന് പറഞ്ഞ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും 16 കഷണമായിരിക്കും ഒരുക്കണമെന്ന് ഇന്ത്യ വിഭജന കാലത്ത് ബ്രിട്ടീഷുകാരോടും ഒക്കെ അവർ ശുപാർശ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അവരുടെ ജീനിലടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ്. പുള്ളിപ്പുലിയുടെ പുള്ളി പോലെ അവരുടെ ആ നിലനിൽപ്പിനോട് ഉറച്ചു ചേർന്നിരിക്കുന്ന ഒരു സംഭവമാണ്. അത് മാറ്റാനൊന്നും പറ്റുകയില്ല എന്ന് അറിയാൻ ബോധ്യമുള്ള ആളാണ് സച്ചിദാനന്ദൻ മാസ്റ്റർ. അദ്ദേഹം ഈയിടെ ഒരഭിമുഖത്തിൽ പറഞ്ഞുപോയി, അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചു. അതായത് ഈ തുടർഭരണം എന്നുള്ള പ്രക്രിയ ആശാസ്യമല്ല എന്ന് പറഞ്ഞാൽ തുടർഭരണം അനാശാസ്യമാണ്. ശരിയാ. ഇപ്പോൾ ഈ തുടർഭരണം വരുന്നതിന് മുമ്പ് തന്നെ അനാശാസ്യ പ്രവർത്തനങ്ങൾ കേരളത്തിൽ രൂഢമൂലമാവുകയാണ്. സ്പായ് എന്നെഴുതി വെച്ച ഗ്ലാസ് ഡോറുകൾക്കുള്ളിൽ നടക്കുന്നത് അനാശാസ്യമാണ്, അഭിലഷണീയമല്ലാത്ത കാര്യങ്ങളാണ്. അവിടെ ഗുണ്ടാരാജ്യം വിളയാട്ടവും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാപ്പാപ്രതികൾ കേരളത്തിൽ അഴിഞ്ഞാട്ടം നടത്തുന്നു. ഏറ്റവും കൂടുതൽ പീഡനം, ബലാത്സംഗ കേസുകൾ സ്ത്രീകൾക്കെതിരെ നടന്നിട്ടുള്ള സംസ്ഥാനമെന്ന നമ്പർ 1 സ്ഥാനം കേരളം കരസ്ഥമാക്കിയിരിക്കുന്നു. അതിൽ കേരളം നമ്പർ 1. LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് തുടങ്ങിയ ഭരണം ഇപ്പോൾ അത്തരം ശരികളിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ ഒരു പരിസരത്താണ് മാഷിനൊരു ഭീതി തോന്നാൻ ഇടയാക്കിയിരിക്കുന്നത്. കാരണം കൊട്ടേഷൻ സംഘങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെന്നേ. TP ചന്ദ്രശേഖരനെ വടകരയിലിട്ട് ഓഞ്ചിയെത്തിട്ട് വെട്ടിക്കൊന്ന സമയത്തേക്കാൾ ഗൂണ്ടകൾ ഇപ്പോൾ കിട്ടും. അതിലൊരു ഗുണ്ടാരാജ് തന്നെയാണ് സുബിൻ രാജ് എന്ന് പറയുന്ന ആൾ. തിരുവല്ലയിലെ സ്പായിൽ ഇങ്ങനെ കസേരയിൽ കാലും മേൽ കാലും വെച്ചുകൊണ്ട് പറഞ്ഞ, നീ ഒരു കുന്തവും ചെയ്യാനില്ല ഞങ്ങളെ, നീ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ പോലീസ് ഒരു ചുക്കും ചെയ്യില്ല, ഞങ്ങൾ അതുപോലെ തന്നെ ഇറങ്ങിപ്പോരും എന്ന് പറഞ്ഞാൽ കൊടിസുനിയെ പോലെ ഞങ്ങൾ പരോളിൽ ഇറങ്ങിപ്പോരും എന്നാണോ എന്നറിയില്ല. അതോ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല, കേസെടുക്കുകയില്ലെന്നാണോ എന്നറിയില്ല. ആരാണ് പോലീസ്? പോലീസ് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗം.
ആരാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്? ഈ രാജ്യത്തെ മുഖ്യമന്ത്രി, ഈ നാട്ടിലെ മുഖ്യമന്ത്രി, ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി. അതാണ് സ്ഥിതി എന്ന് പറയുമ്പോൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ സച്ചിദാനന്ദൻ്റെ കഴുത്തെന്ന് പറഞ്ഞ സ്ഥൂലവും ദുർബലമാണ്. അദ്ദേഹം അസുഖബാധിതനും പ്രായമായവനും കൂടിയാണ്. അപ്പം അദ്ദേഹമാണ് പറയുന്നത്, ഞാൻ 3 കഥകൾ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെ? അതിനോട് സഫിക്സ് ചെയ്ത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചേർക്കുന്നു. അതായത് കൊല ചെയ്യപ്പെട്ടില്ല എങ്കിൽ. ആ ഒരു ചെറിയ ഫ്രേസ് താൻ പറഞ്ഞ സെൻറ്റൻസോട് ചേർത്ത് എഴുതാനുണ്ടായ ചേതോവികാരമാണ് ഞാൻ പറഞ്ഞത്. വടകരയിലെ ഓഞ്ചിയത്തിട്ടുകൊണ്ട് TP ചന്ദ്രശേഖരനെ 51 വെട്ടുകൾ വെട്ടി കൊലപ്പെടുത്തി. ഒറ്റ വെട്ടിന് കൊല്ലുന്നതിന് വരെ 51, ഓരോന്നും അനുഭവിക്കാനുള്ള നരകയാതന ഭീകരരുടെ മനസ്സോടുകൂടി. ഭീകരരുടെ മനസ്സിൽ അങ്ങനെയാണ്. ഒറ്റ വെട്ടിന് കൊല്ലുകയില്ല, പല വെട്ടുകളായിട്ട് തുണ്ടമായിട്ട് മുറിച്ച് കൊല്ലുക എന്നുള്ളതാണ് അവരുടെ മനഃശാസ്ത്രം. ഭയമുണ്ടാക്കണം, ഭീതി ഉണ്ടാക്കണം, മറ്റാരും ഇവൻ ചെയ്തതുപോലെ ചെയ്യാതിരിക്കണം. അതാണ് വിഷയം. ഭയസംക്രമണം ഉണ്ടാക്കുക, അതാണ് അതിൻ്റെ മനഃശാസ്ത്രം. അയ്യോ എന്നുള്ളൊരു പേടി, ഞെട്ടൽ, എന്നെ ഇതുപോലെ ചെയ്യുമല്ലോ, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കാം എന്ന് പറഞ്ഞ് അവരെ നിശബ്ദരാക്കുന്ന തരം ഫാഷിസം. കമ്മ്യൂണിസം അല്ല, അത് ഫാഷിസം, യഥാർത്ഥ ഫാഷിസം. അതാണ്. ചുമ്മാ ഫാഷിസം, ഫെറ്റിസം എന്നൊക്കെ പറയുന്നത് അത് വേറെ വർത്തമാനങ്ങൾ. ഇതാണ് ഫാഷിസം. അല്ലെങ്കിൽ പിന്നെന്താണിത്? എന്തു പറഞ്ഞുകൊണ്ടായിരുന്നു? കുലംകുത്തി. ആ മരണത്തിന്, ആ കൊലപാതകത്തിന് ഇന്നുവരെ ഒരു പശ്ചാത്താപം ഉണ്ടാകാത്ത ഒരേ ഒരു നേതാവെന്ന് പറയുന്നതും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ആ ആളുകൾ സർവാധികാരക്കാരായിട്ടിരിക്കുന്ന പാർട്ടി ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് മരിച്ചില്ലെങ്കിൽ. പിന്നെ അദ്ദേഹം തിരുത്തി. ഇത് എഴുതി കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ പേടിയായി മാഷ്ക്ക്. അത്രയ്ക്കൊണ്ട് മാഷിൻ്റെ ധൈര്യം. അദ്ദേഹം പറഞ്ഞു, കൊല ചെയ്യപ്പെട്ടില്ല എങ്കിൽ എന്നത് അതിജീവിച്ചാൽ എന്നാണ് അർത്ഥമെന്ന്. എങ്ങനെ? ഈ അതിജീവനമെന്ന് പറയുന്ന വാക്കും അതുപോലെ തന്നെ കൊല ചെയ്യപ്പെട്ടാൽ എന്ന് പറയുന്ന വാക്കും രണ്ടാണ് എന്നുള്ളത് മാഷിന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? മലയാള ഭാഷ ഗദ്യവും പദ്യവും എല്ലാം അറിയാവുന്ന ആളാണ്. അദ്ദേഹം പ്രസിദ്ധീകരിക്കാൻ പോകുന്നു പറയുന്ന പുസ്തകത്തിൽ ഒരു കഥാസമാഹാരം കൂടിയുണ്ട്. ഗദ്യം അറിയാത്ത ആളല്ലല്ലോ അദ്ദേഹം. അതാണ് ഉദ്ദേശിച്ചത്. അതിജീവനത്തിന് എങ്ങനെ ഈ കൊല എന്നുള്ള വാക്കുമായിട്ട് സാമ്യം വരുന്നത്? അതിജീവിച്ചാൽ എന്താണ് മനസ്സിലാവുന്നില്ല. അതിജീവനം എന്ന് പറയുന്നത് എന്താണ്? അതിജീവനം എന്ന് പറയുന്ന ആ അർത്ഥത്തിലല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിജീവനം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിപരീതമായ സാഹചര്യങ്ങളോട് മത്സരിച്ചുകൊണ്ടുള്ള ജീവിതം. കൊല എന്ന് പറഞ്ഞാൽ നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു ദണ്ഡനം മറ്റൊരാൾ ഏൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം. ഒരാൾ അവിടെയാണ്, ഒരു വ്യക്തി. മറ്റേത് സാഹചര്യം. രണ്ടും രണ്ടല്ലേ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി അറിയത്തില്ല മലയാള ഭാഷയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അർത്ഥമല്ല ആണോ ഉള്ളത് എന്നെനിക്കറിയത്തില്ല. ഞാൻ ഒരു പണ്ഡിതനോ കവിയോ അങ്ങനെയുള്ള ഒരാളുമല്ല, ബുദ്ധിജീവിയോ അല്ല. ഇടതുപക്ഷ ഓരം ചേർന്ന് നിൽക്കുന്ന ബുദ്ധിയുള്ള ജീവിയല്ല, ബുദ്ധിയില്ലാത്ത ജീവിയാണ്. സുനിൽ P. ഇടയിളത്തിനെ പോലെ മാഷിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ്. ഇവർ രണ്ടും കൂടി ഒരുമിച്ചാണ് ഹിന്ദുയിസം നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാം എന്നുള്ളൊരു സംരംഭവും പ്രോജക്റ്റുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ആൾക്കാർ. അദ്ദേഹത്തിന് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് കോടാലിക്കൈ എന്നുള്ള പേര് കിട്ടിയത്. കിട്ടേണ്ടത് കിട്ടി, കൊള്ളേണ്ടടുത്ത് കൊള്ളുകയും ചെയ്തിട്ടുണ്ട് മാഷിന്. മാഷിപ്പോൾ പ്രസിദ്ധീകരിക്കുന്ന ഇന്നലെ ഫേസ്ബുക്കിൽ 10-12 ഇട്ട കുറിപ്പിലാണുള്ളത്. ജയിൽ കഥകൾ പുരോഗമിക്കുന്നു. ജയിൽ കഥകൾ. മാഷ് ജയിൽ കഥകളൊക്കെ ജയിലിലൊക്കെ പോയി കിടന്നിട്ടുള്ളതാണ്. എപ്പോഴേ? ഇവരുടെ പാർട്ടി ഇപ്പോൾ കൂട്ടുചേർന്നിട്ടുള്ള കോൺഗ്രസിൻ്റെ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ അപ്പോഴാണ്. അതുപോലെ 3 ചിലത് തീരെ ചെറുത് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ചിലത് വലുത് എന്നാണ്. എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കാം. കാരണം ഇപ്പം ഒരു നിശ്ചയമില്ല ഒന്നിനും എന്നായിട്ടുണ്ട് മാഷ്ക്ക്. കാരണം ഗോഡ് ഫാദറായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ എതിർചേരിയിലാണ് നിൽക്കുന്നത്. ഒരു കഥാസമാഹാരം, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം കവിയാണെന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഒരു കഥാസമാഹാരം. ഈ കവിതകൾ മുഴുവനാവട്ടെ ഹിന്ദു വിരുദ്ധതയുടെ ദർശനങ്ങളാണ് താനും, BJP വിരുദ്ധതയുടെയും. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത എതിർപ്പ്, ഒരു ദാക്ഷിണ്യവുമില്ലാത്ത എതിർപ്പിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ്.
ഒരു കവിതാ സമാഹാരം. അതാണ് മുഴുവൻ ഹൈന്ദവ വിരുദ്ധതയുടെ സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറുകളാണ്, വാക്കേറുകളാണ്. ഒരു ലേഖന പ്രഭാഷണം, ലേഖന കഴിഞ്ഞ് ഹൈഫണുണ്ട്, പ്രഭാഷണ സമാഹാരം. ഇതാണ്. അപ്പോൾ ഗദ്യവും പദ്യവും എല്ലാത്തിലും നിഷ്ണാതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് അപ്പോൾ ഈ കൊലയും അതുപോലെ തന്നെ അതിജീവനവും തമ്മിലുള്ള അർത്ഥം അറിയാൻ വയ്യാത്ത ആളല്ല. അറിഞ്ഞു തന്നെ ഉപയോഗിച്ച വാക്കാണ് ഈ കൊല എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിന് പേടി വന്ന് അതിൽ വെള്ളം ചേർത്തുണ്ടാക്കിയ വാക്കാണ് അതിജീവനം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത്ര ഉണ്ടായേക്കും കൊല ചെയ്യപ്പെട്ടില്ല. അതാണ് മനസ്സിൽ നിന്ന് ആദ്യം വന്നത്, ഹൃദയത്തിൽ നിന്ന് ആദ്യം വന്നത്. കൊല ചെയ്യപ്പെടും എന്നൊരു ഭീതിയുണ്ട്. അനുഭവങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ ഒരു അനുഭവത്തിൻ്റെ ഒരു ഭയം. കാരണം 51 വെട്ടാണ് വെട്ടി. ആ ഭയം നിലനിൽക്കാൻ തന്നെ ഉണ്ടാക്കിയ ഭയമാണ്. കുലം കുത്തികളോടെ ഞങ്ങൾ ഇങ്ങനെയാണെന്ന് ഉള്ള ഭയം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് നിഷ്ഠുരമായ കൊലപാതകം. ആ കൊലപാതകം ഭയം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയുള്ളത്. അത് 15 മിനിറ്റിനാവും അദ്ദേഹത്തിന് പേടി തോന്നി. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാവുമല്ലോ എന്ന് പറഞ്ഞിട്ട്, അതോ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാണോന്ന് അറിയില്ല, കൊല ചെയ്യപ്പെട്ടില്ല എങ്കിൽ അതിജീവിച്ചാൽ എന്ന നിലയിലേക്ക് അദ്ദേഹം അത് മാറ്റി. തുടർ ഭരണത്തിനെതിരെ അഭിപ്രായം പറഞ്ഞതിന് ഇടതു സൈബർ കേന്ദ്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. എന്ന് മാത്രമല്ല, സ്വന്തം സെക്രട്ടറി അദ്ദേഹം സ്വതന്ത്രമായ എന്തോ അഭിപ്രായം പറഞ്ഞതിന് സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി CPM കാരനാണ്. അദ്ദേഹത്തിൽ നിന്നും കടുത്ത എതിർപ്പ് നേരിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറന്നു പറഞ്ഞപ്പോഴെല്ലാം ഇതുപോലെ ഗുരുതരമായിട്ടുള്ള ഭീഷണികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് ഒരു ഹിന്ദു വിരുദ്ധൻ്റെ അനുഭവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്ന് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യം വരും. എന്ന് മാത്രമല്ല, ഈ സച്ചിദാനന്ദൻ മാഷും ഒക്കെ ഈ സാമൂഹിക വിചാരണ എന്നൊരു പരിപാടി, ഏറ്റവും കൈക്കൂലി വാങ്ങുന്നവരെ, ദ്രോഹം ചെയ്യുന്നവരെയൊക്കെ വഴിയിലിട്ട് വിചാരണ ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു. വളരെ നല്ല പ്രസ്ഥാനം. കാരണം ഇപ്പോൾ ഇതുപോലെ അഴിമതി നടത്തുന്നവരും അതുപോലെ തന്നെ ജനങ്ങളെ ദ്രോഹിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. വാസ്തവത്തിൽ ഈ ശബരിമല കൊള്ള നടത്തിയവരെ, ഭക്തന്മാരുടെ ഹൃദയങ്ങളെ നുറുക്കിയവരെയും ഇതുപോലെ പരസ്യമായിട്ട് നമ്മൾ പൊതുനിരത്തുകളിൽ വിചാരണ ചെയ്യേണ്ടതാണ്. ആ ഒരു പ്രസ്ഥാനം നല്ലതാണ്. നല്ല നിലയിൽ എല്ലാ അഴിമതിക്കാരെയും എല്ലാ തരത്തിലുള്ള ജനദ്രോഹികളെയും വഴിയിലിട്ട് വിചാരണ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ അഭാവം തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്പോൾ ശക്തമായ നിലയിൽ തന്നെ അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളത് നമ്മുടെ അനുഭവബോധ്യം കൂടിയാണ്. എന്തായാലും ശരി, സച്ചിദാനന്ദൻ മാഷിന് പേടിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ദുർബലനായ മനുഷ്യന് ഇനി എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. പല കഥകളിലും അദ്ദേഹം കഥ എഴുതുന്ന പല കഥകളും ഇതുപോലുള്ള അനുഭവങ്ങളുടെ മനുഷ്യ കഥാനുഗായികളാണ്. ലോകപ്രസിദ്ധമായിട്ടുള്ള വിശ്വവിഖ്യാതമായിട്ടുള്ള പല കൃതികളും ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു കൃതിയായി മാറുമോ സ്വയം സച്ചിദാനന്ദൻ എന്ന കവി എന്ന് നമുക്ക് കാത്തിരിക്കാം. കാലം സാക്ഷി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.